സിനിമയെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇത് തന്നെയാണ്. ഇന്നും പറയുന്നുണ്ട് നമ്മൾ ചലച്ചിത്രം അതായത് ചലിക്കുന്ന ചിത്രം. നമ്മുടെ ഒരു ചിത്രത്തിന് ജീവൻ ഉണ്ടാവുകയാണ് ചലനചിത്രത്തിലൂടെ. ഇപ്പം നമ്മുടെ സ്റ്റിൽ ഫോട്ടോസ് വരെ ഇന്ന് ഈ AI പോലത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് സ്റ്റിൽ ഫോട്ടോ വരെ നമ്മൾ ചലിപ്പിക്കുന്നുണ്ട്. അത് അന്ന് സിനിമകളിൽ ഈ ചലനചിത്രങ്ങൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചല ചിത്രം 24 ഫ്രെയിമിലൂടെ കടന്നു വന്ന് അതിനൊരു ചലനം ഉണ്ടാവുകയാണ്. ഒരു സെക്കൻഡിൽ 24, ഒരു സെക്കൻഡാണ്, ഒരു സെക്കൻഡിനുള്ളിൽ 24 നിശ്ചല ചിത്രങ്ങൾ നമ്മളെ കൺമുന്നിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചലനമാണ് ഒരു സിനിമയ്ക്ക് ഉണ്ടാകുന്ന മൂവ്മെൻറ്റ്. അതായത് നമ്മൾ ഒരു മൂവി എന്നൊക്കെ പറയുന്നതിന് കാരണം അതാണ്. മൂവി എന്ന് പറയുന്നതിനത് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ ഈ സംഭവങ്ങൾ 24 ഫ്രെയിമിലൂടെ ഓടി ഈ സിനിമ നമ്മൾ കൺമുമ്പിൽ എത്തുമ്പോൾ അതിന് ഒരു ചലനം സംഭവിക്കുന്നു. കാരണം അതിൻ്റെ സാങ്കേതിക തത്വം എന്താണെന്ന് വെച്ചാൽ, പണ്ട് നമ്മൾ സ്കൂളുകളിലും ഒക്കെ പഠനം നടത്തിയിട്ടുണ്ടാവും. നമ്മൾ സയൻസിൽ പ്രധാനപ്പെട്ട പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ, അതായത് ഈ പണ്ട് അധ്യാപകർ നമ്മളെ ക്ലാസ്സിൽ കൊടുന്ന് കാണിക്കാറുണ്ട്. ഒരു ഡിസ്കിൽ വിവിധ വർണ്ണങ്ങൾ അതിലേക്ക് വരച്ചു വെച്ചിട്ട് ആ ഡിസ്ക് കറക്കുന്നു. അത് തിരിയുമ്പോൾ, ആ ഡിസ്ക് തിരിയുമ്പോൾ നമുക്ക് ഇത്രയും വർണ്ണങ്ങൾ ഒരു വർണ്ണമായി തോന്നും, ഒരു കളറായിട്ട് അത് തോന്നുന്നു. അതിന് കാരണം ഇത് നമ്മുടെ കൺമുമ്പിലൂടെ ഇത് കറങ്ങി വരുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ആ ഒരു ചെറിയ ഒരു അംശം നിലനിൽക്കുന്നുണ്ട്. ഒരു സെക്കൻഡിൽ ഇത്ര അംശം, ഒരു സ്റ്റില്ല്, ഒരു നിശ്ചല ചിത്രം കണ്ടതിൻ്റെ ആ ഒരു അംശം ബാക്കി തലച്ചോറിൽ കിടക്കുന്നുണ്ട്. ഈ സംഭവങ്ങളും ഇതെല്ലാം കൂടെ അടുത്ത ഫ്രെയിം കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു രണ്ടും കൂടെ ഉണ്ടാകുന്ന ആ ഒരു കണക്ഷനിൽ ഉണ്ടാകുന്ന ഒരു തരം ചലനമാണ് ഈ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അതാണ് നമ്മൾ ഈ മൂവി ഈ 24 ഫ്രെയിം ഓടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. അതിന് കണക്കായിട്ടാണ് അന്നത്തെ ക്യാമറകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നത്. 24 ഫ്രെയിം എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡാണ്. ഒരു സെക്കൻഡിൽ നമ്മുടെ കൺമുന്നിലൂടെ ഓടുന്ന ഫ്രെയിമാണ് അത്രയും ഫ്രെയിമുകളാണ്, 24 ഫ്രെയിമുകളാണ് ഒരു ചലനം ഉണ്ടാക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ഒരു കൈ മേലേക്ക് ഇങ്ങനെ പൊക്കി കൊണ്ടുവരുന്ന ഈ സാധനം, ഇത് നമ്മൾ ഓരോ ഫ്രെയിമായിട്ടാണ്, നമ്മൾ ഓരോ ഫ്രെയിമായിട്ട് എടുക്കുന്നതല്ല. അതിൻ്റെ ആ ക്യാമറ മൂവി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഷട്ടർ, അതിൻ്റെ ആ ഒരു സംവിധാനത്തിൽ, ക്യാമറയുടെ സാങ്കേതിക സംവിധാനത്തിൽ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഓരോ ഫ്രെയിം വെച്ചിട്ട് നമ്മളത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിൽ അഭിനയിച്ച ആൾ കൈ ഇങ്ങനെ പൊക്കിയിട്ടുണ്ടാവും. പക്ഷേ അവിടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാവുക ഓരോരോ ആക്ഷൻ, ഓരോ കൈയാണ് ഇങ്ങനെ വന്നിട്ട് ഇത്ര 24 ഫ്രെയിം വരെ ഇങ്ങനെ പൊന്നി, ഏറ്റവും അവസാനത്തെ ഫ്രെയിം 24ാമത്തെ ഫ്രെയിം ആയിരിക്കും. അപ്പോൾ ഇതിനിടയിലുള്ള ഈ ഫ്രെയിമുകൾ കടന്നു പോകുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന ആ ഒരു ആക്ഷനാണ് ഈ അന്നത്തെ സിനിമ. അത് പറയാൻ കാരണം ഇതും കൂടെ ഉണ്ട്. സിനിമ നമ്മൾ ഒരു റീലായിരിക്കും, നിങ്ങൾക്കറിയാം. കാരണം 1.5 അടിയാണ് നമ്മൾ 24 ഫ്രെയിം എന്ന് പറയുന്നത്, അതിൻ്റെ അളവ് 1.5 അടി. അപ്പോൾ 1.5 അടി ഒരു സെക്കൻഡിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 2-2.5 മണിക്കൂർ സിനിമയ്ക്ക് എത്ര അടി ഫിലിം വേണമെന്നാണ്, ആയിരക്കണക്കിനാണ് പറയാനുള്ളത്. നമ്മൾ 1000 റീൽ 1000 അടി, അത് 2000 അടി, അങ്ങനെയൊക്കെയാണ്. എത്ര ഷൂട്ട് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ. അന്നൊക്കെ സിനിമ എത്ര ഷൂട്ട് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുക അവർ 5000 അടിയൊക്കെ ഷൂട്ട് ചെയ്തു, ഫുട്ടേജ് അതൊക്കെ ചെയ്തു, നമ്മൾ എടുത്തിട്ടുണ്ട്. ഇന്ന് അങ്ങനെ പറയില്ല. കാരണം ഇന്ന് നമ്മൾ ഡിജിറ്റൽ ക്യാമറ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ മെമ്മറി കാർഡിലും മറ്റേതിലും വെച്ച് ചെയ്യുമ്പോൾ അതിന് എത്ര നമുക്ക് അതിൽ വേസ്റ്റായി, എത്ര ഫിലിം നെഗറ്റീവ് വേസ്റ്റ്. പണം കൊടുത്ത് വാങ്ങിക്കുന്ന സാധനമാണ് ഈ ഫിലിം നെഗറ്റീവ്. അന്നത്തെ പ്രൊഡ്യൂസർമാർക്കുള്ള ഒരു അതാണ്. റീടേക്കുകൾ വരുമ്പോൾ ഈ ഫിലിം നെഗറ്റീവ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ സാധനം നമുക്കത് ഉപയോഗപ്രദമല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് മുറിച്ച് വേസ്റ്റാക്കി കളയേണ്ട ആ ഒരു സംഭവത്തിന് കാശ് കൊടുത്ത് നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്ന ഫിലിമുകളാണ്. ഇന്നതല്ല. ഇന്ന് ഈ ഡിജിറ്റൽ ക്യാമറയിൽ ഈ ഇതിലേക്ക് ഹാർഡ് ഡിസ്കിലേക്കോ അതല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകം നമ്മൾ അതിലേക്ക് കൊടുത്തിട്ടുള്ള ചിപ്പിലോ മറ്റേ മെമ്മറി കാർഡിലേക്കൊക്കെയാണ് ഇത് ഷൂട്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ അതിന് അടിയുടെ കണക്കില്ല. അപ്പോൾ അന്ന് ഇത്രയും സംഭവങ്ങൾ ആ കാലത്ത് നമ്മൾ ഈ ഒരു വലിയൊരു റീല് കണ്ടിട്ടുണ്ടാവുമല്ലോ, വീല് ചിത്രം, ഒരു പ്രൊജക്ടറിന് മുമ്പിലുള്ള വീല്, അതുപോലെ തന്നെ ക്യാമറയ്ക്ക് ഒക്കെ വെക്കുന്ന ആ ഒരു റീലിൽ ചുറ്റി വെച്ചിരിക്കുകയാണ് ഇത്രയും ഫിലിമുകൾ. ഇത് ഒരു റീലിൽ നിന്ന് ലെൻസിലൂടെ അടുത്തൊരു റീലിലേക്ക് പോയിട്ട് ഇങ്ങനെ കറങ്ങുന്ന ഒരവസ്ഥയാണത്. അപ്പോൾ അങ്ങനെ അടിക്കണക്കിന് എത്രയോ അടികൾ ഫിലിം നമ്മുടെ കൺമുമ്പിൽ ഓടിയിട്ടാണ് ഒരു 2-2.5 മണിക്കൂറിൻ്റെ സിനിമ ഉണ്ടാകുന്നത്. ഈ ആദ്യകാലത്ത് ഈ സിനിമ കണ്ടെത്തിയതിന് ഇതിൻ്റെ സിനിമയുടെ അതായത് ചലച്ചിത്രം എന്ന സംഭവം പ്രതിഭാസം ഉണ്ടായ കാലത്ത് നമുക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ 24 ഫ്രെയിം വെച്ചിട്ട് ഒരു സെക്കൻഡിൽ ഓടുന്നു എന്നുള്ളത്. ആദ്യകാല സിനിമയിലേക്ക് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ശബ്ദമില്ലായിരുന്നു. അന്ന് സിനിമയിലേക്ക് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമില്ലായിരുന്നു ഫിലിമിലേക്ക്. അപ്പം
ശബ്ദമില്ലാത്ത സിനിമകളായിരുന്നു അന്നുണ്ടായിരുന്നത്. കാരണം ഇപ്പോൾ ചാർലി ചാപ്ലിൻ്റെ ഒക്കെ സിനിമകളൊക്കെ കുറേ അന്നത്തെ ഇത് സംഭാഷണം ഉണ്ടാവില്ല. നമ്മൾ അവർ ചെയ്യുന്ന അവരുടെ പ്രവൃത്തിയിലൂടെ നമുക്ക് അതിൽ അവർ ചെയ്യുന്ന കോമഡിയും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുകയാണ്. അപ്പോൾ ആ സിനിമകളിൽ അന്ന് ശബ്ദം റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമില്ല. അപ്പം 24 ഫ്രെയിം ഉള്ള ക്യാമറ ആയിരുന്നില്ല, 16 ഫ്രെയിമായിരുന്നു അന്ന് ആ ക്യാമറയ്ക്ക് ഉണ്ടായിരുന്നത്. കാരണം അതിൻ്റെ ശബ്ദം കൂടെ വന്നതിന് ശേഷമാണ് 24 ഫ്രെയിം ആയിട്ടുള്ളത്. അപ്പോൾ ആ 16 സെക്കൻഡിൽ 16 ഫ്രെയിം ഓടിക്കൊണ്ടായിരുന്നു ആ സിനിമ അന്ന് ചിത്രീകരിച്ചിരുന്നത്. അത് നമുക്ക് കാണാൻ പറ്റും. ഇന്നും അതിൻ്റെയൊക്കെ ഒരു ക്ലിപ്പിംഗ് കാണുമ്പോൾ ഇവരൊക്കെ നടക്കുന്നത് ഓടുന്നത് പോലെയാണ് നമുക്ക് തോന്നുക. പണ്ട് ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹത്തിനൊക്കെ പോകുന്ന നമ്മുടെ കുറേ സ്റ്റോക്ക് ഷോട്ടുകളൊക്കെ നമ്മൾ പലതും ക്ലിപ്പിങ് കാണാറുണ്ടല്ലോ. അതിലൊക്കെ ഇങ്ങനെ അവർ ഓടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുക. ബ്രിട്ടീഷ് പോലീസുകാർ ഇവരെ അടിക്കുന്നതും അതും ഇതൊക്കെ കാണും വളരെ സ്പീഡായിട്ട്. അപ്പോൾ അത് ഈ ഫ്രെയിമിൻ്റെ എണ്ണം കുറയുമ്പോൾ സ്പീഡ് കൂടും. 24 ഫ്രെയിമിൽ നിന്ന് എണ്ണം കുറയുമ്പോൾ ഇതിൻ്റെ ഈ ഇത് കറങ്ങി വരുമ്പോൾ അതിൻ്റെ സ്പീഡ് കൂടുമ്പോൾ അപ്പോൾ എന്താ വെച്ചാൽ ചലനത്തിനും സ്പീഡ് കൂടും. 24 ഫ്രെയിമിൽ കൂടുമ്പോഴാണ് നമുക്ക് ഇത് സ്ലോ ആകുന്നത്. സ്ലോ മോഷനൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ അങ്ങനെയാണ്. ഈ സ്ലോ മോഷനുള്ള ടെക്നിക്ക് എന്ന് കാണിക്കുമ്പോൾ 24 ഫ്രെയിമിൽ നിന്നും കൂടിയിട്ട് ആവശ്യമുള്ളത്ര നമുക്ക് അതിൻ്റെ പ്രത്യേകം ഘടിപ്പിച്ചൊരു മോട്ടോർ വെച്ചിട്ട് അതിൻ്റെ സ്പീഡ് വ്യത്യാസപ്പെടുത്തിയിട്ടാണ് സിനിമ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രെയിമിൻ്റെ എണ്ണം കൂട്ടിയിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ മൂവി ഈ ദൃശ്യം നമുക്ക് അത് സ്ലോ ആയിട്ട് കാണും. ഫ്രെയിമിൻ്റെ എണ്ണം കുറയുമ്പോൾ സ്പീഡായിട്ടും കാണും. അങ്ങനെയാണ് ഈ രണ്ട് സംഭവവും നമ്മൾ ടെക്നിക്കൽ ഒരു ഇത് വേണ്ടിയിട്ട് നമ്മളന്ന് അങ്ങനെ ഉപയോഗിച്ചിരുന്നു, ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. നമ്മൾ ചില സിനിമകളുടെ കോമഡി കിട്ടാൻ, അതല്ലെങ്കിൽ സംഭവങ്ങൾ എന്തെങ്കിലും ഒരു ഭീകരമായ ഒരു സീൻ കാണിക്കാൻ, ഒരു സംഘടന രംഗം കാണിക്കുമ്പോഴൊക്കെ അന്ന് സ്ലോ മോഷനൊക്കെ ഉപയോഗിച്ചിരുന്നു. ഒരാൾ ചാടുന്നത് ഒരു വലിയൊരു ഗർത്തത്തിലേക്ക് ചാടുന്നൊക്കെ സ്ലോ മോഷനൊക്കെ ഉപയോഗിച്ചിട്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അന്ന് ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ അതിന് പല സംവിധാനങ്ങളുണ്ട്. അപ്പം ഈ ശബ്ദം റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ സിനിമ നെഗറ്റീവിലേക്ക് വരുന്നതോടുകൂടി ഈ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ എണ്ണം കൃത്യമാക്കി അത് 24 ശബ്ദത്തിനും ഇതിനും കൂടെ കണക്കാക്കിയിട്ട്. അങ്ങനെയാണ് സിനിമയുടെ സൈഡിലൂടെ വരുന്ന ഒരു ട്രാക്ക് നമ്മൾ കാണാം. ഈ പഴയ ഫിലിമുകളൊക്കെ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ സൈഡിലൂടെ ഒരു സൗണ്ട് ട്രാക്ക് പോകുന്നുണ്ടാവും, ഒരു വെളുത്ത ഒരു രൂപത്തിൽ. അതിലേക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യണം. പല ട്രാക്കുകളിൽ നിന്ന് റെക്കോർഡ് ചെയ്താൽ അത് ഒന്നിച്ച് ഇതിലേക്കാക്കിയിട്ട് സൗണ്ട് ട്രാക്ക് കറക്റ്റ് നമ്മുടെ ഇപ്പം ഒന്ന് സിങ്ക് ചെയ്യുക എന്ന് പറയുന്ന സംഭാഷണം, നമ്മൾ പറയുന്ന ഇതിൻ്റെ വായയുടെ ചലനവും ഈ സംഭവം കൂടെ ഒന്നിച്ച് ചെയ്ത് പ്രത്യേക മെഷീനിലിട്ടിട്ട് അത് സിങ്ക് ആക്കിയിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ സിനിമയുടെ അന്നത്തെ ദൃശ്യവും ശബ്ദവും ഒക്കെ നമുക്ക് കാണാൻ പറ്റിയിരുന്നത്. ഇതാണ് പ്രൊജക്ടറിൽ നമ്മൾ തിയേറ്ററുകളിലൊക്കെ അന്നത്തെ സംവിധാനങ്ങൾ വെച്ചിട്ട് സ്ക്രീനിലേക്ക് ഈ സിനിമ പ്രൊജക്റ്റ് ചെയ്ത് അതിൻ്റെ രശ്മികൾ സ്ക്രീനിൽ പതിച്ച് കാണുന്ന ആ ഒരു രീതിയും അതിൻ്റെ ആ സ്ക്രീനിൻ്റെ ബാക്കിൽ കാണുന്ന സൗണ്ട് സിസ്റ്റവും, അതിപ്പം ഡോൾബി സിസ്റ്റവും മറ്റ് സംവിധാനങ്ങളൊക്കെ വന്നതിന് ശേഷം സൈഡിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് സറൗണ്ടിങ് ലെവലിലുള്ള സ്പീക്കറുകളും കാര്യങ്ങളൊക്കെ ഇപ്പം ഒരു വന്ന സംവിധാനങ്ങളൊക്കെ ആയി. എന്നാലും ഈ സംവിധാനം ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നത്. ഏത് ഡിജിറ്റൽ സംവിധാനങ്ങളും നമ്മളിപ്പം ഉപയോഗിച്ചുകൊണ്ട് വരികയാണെങ്കിലും ഇപ്പോഴും സിനിമ കാണുന്നത് നമ്മുടെ തിയേറ്ററിൽ നിന്ന് ഒരു ലെൻസിലൂടെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നമ്മൾ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ആ ഒരു ചിത്രമാണ്, ആ ഒരു വിഷ്വൽ, ആ ദൃശ്യമാണ് നമുക്ക് സിനിമ എന്ന അനുഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞതിൻ്റെ കാര്യം. സാങ്കേതികത നമ്മൾ എത്ര വളർന്നു വന്നാലും അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല, അത് തള്ളിക്കളയാൻ പറ്റില്ല. അത് പുതിയ തലമുറ അത് മനസ്സിലാക്കേണ്ടത് നിർബന്ധമായിട്ടും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിശബ്ദ സിനിമകളുടെ ആ കാലഘട്ടത്തിൽ തന്നെ സിനിമകൾ തിയേറ്ററുകളിൽ അവർ വായിച്ചുകൊണ്ട് ഈ കഥാസന്ദർഭത്തിൻ്റെയും കഥാപാത്രങ്ങളുടെ ആ മാനസികാവസ്ഥയെയും അതിൽ ഒരാൾ ചിത്രത്തിനെ കുറിച്ചുള്ള ഒരു വിവരണം നമ്മുടെ ഈ കമൻട്രി പോലെ ഒരാൾ മൈക്കിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. കാരണം ഇന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കഥാപാത്രം.